മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അധികാരത്തിൽ വന്ന് ഏതാണ്ട് 10.5 മാസം കഴിഞ്ഞ് എല്ലാം ശരിയായത് എങ്ങനെയാണെന്ന് മാർച്ച് 31 വെള്ളിയാഴ്ച 2017 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത. കോവളം രാധാകൃഷ്ണനാണ് എഴുതിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നി. വകുപ്പുകൾ അനാഥം. സിവിൽ സർവീസിൽ 180 ഒഴിവ്. 86 IAS തസ്തികകളിൽ ആളില്ല. ഇതാണ് സബ് ടൈറ്റിൽ. ഞാൻ വെറുതെ വായിക്കാം, നിങ്ങൾ തന്നെ വിലയിരുത്താം. സംസ്ഥാനത്ത് IAS ഉൾപ്പെടെ 180 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തസ്തിക വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുന്നു. എല്ലാം ശരിയായി എന്ന് തോന്നുന്നു. പല വകുപ്പുകൾക്ക് നാഥനില്ല. അതും ശരിയാകലിന്റെ ലക്ഷണമാണ്. IAS ഉദ്യോഗസ്ഥരുടെ മാത്രം 86 ഒഴിവുണ്ട്. ആ കസേര അനാഥമാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ 16 IAS ഉദ്യോഗസ്ഥർ ഒന്നിലധികം വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. 5 വകുപ്പുകൾ വരെ കൈകാര്യം ചെയ്യുന്നവരുടെ ഉണ്ട്. 231 IAS തസ്തികയാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 126 എണ്ണം കേഡർ തസ്തികയാണ്. 172 IPS തസ്തികകളിൽ 82 എണ്ണവും 107 IFS തസ്തികകളിൽ 42 എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് നികത്താൻ സർക്കാർ നടപടിയെടുക്കുന്നുമില്ല. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതിനാൽ വകുപ്പുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ഫയൽ നീക്കത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ കിട്ടുന്നില്ലെന്ന് മന്ത്രിമാരും പരാതിപ്പെടുന്നു. എല്ലാം ശരിയായി. 5 വർഷത്തിൽ ഒരിക്കൽ കേന്ദ്രം നടത്തുന്ന കാഡർ റിവ്യൂവിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചെടുക്കാനാകാത്തതാണ് ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് പ്രധാന കാരണം. മോഡിയല്ല കാരണം. എല്ലാം മോഡിയുടെയും യോഗി ആദിത്യനാഥിന്റെയും തലയിൽ കൊണ്ടുവച്ചവര് ഓർമ്മിക്കണം മാതൃഭൂമിയുടെ ഈ വരി. അടുത്തത്, പുതിയ സംസ്ഥാനങ്ങൾ ആവശ്യമുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം പറഞ്ഞു കൊണ്ടുപോവുകയാണ്. പുതിയ സംസ്ഥാനങ്ങൾ ആവശ്യമുള്ളത്രയും ഉദ്യോഗസ്ഥരുടെ എണ്ണവും പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ചെലവ് ചുരുക്കലിന്റെ പേരിൽ നിയമന നിരോധനം കൊണ്ടുവന്നതും കേരളത്തിന് വിനയായി. ആ വർഷം കൂടുതൽ ഉദ്യോഗസ്ഥരെ കേരളം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് സംസ്ഥാനത്തിന് അനുവദിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ടാവാൻ കാരണമായി. വർഷത്തിൽ 6 IASകാരെയാണ് കേരളത്തിന് നൽകിയിരുന്നത്. ഇത് 2 കുറഞ്ഞു. 2002 2 പേരെയും 2003 ഒരാളെയുമാണ് ലഭിച്ചത്. 2004 സംസ്ഥാനത്തിന് ലഭിച്ച IASകാര് ഇന്റർ സ്റ്റേറ്റ് കാഡർ മാറ്റം വാങ്ങിപ്പോയി. ഈശ്വരാനുഗ്രഹം. ആ വർഷം സംസ്ഥാന ക്വാട്ടയിൽ നിന്ന് സംസ്ഥാന കയറ്റം വഴി 10 പേർക്ക് IAS ലഭിച്ചു. 2008 ശേഷമാണ് പഴയ നിലയിൽ ആളെ കെട്ടിത്തുടങ്ങിയത്. അതുവരെ ഒഴിഞ്ഞുകിടന്ന തസ്തികകളിൽ കൂടുതൽ ആളെ നേടിയെടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം മോശമാണെന്ന അഭിപ്രായവും ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. വളരെ ഗംഭീരം. എല്ലാം ശരിയാവുന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കാഡറിൽ വരുന്ന ഉദ്യോഗസ്ഥർ പലരും കേരളം വിടുകയാണ്. റാങ്ക് പട്ടികയിൽ മുന്നിൽ വരുന്നവർ കേരളം തിരഞ്ഞെടുക്കുന്നുമില്ല. സർവീസിൽ കയറിയ ശേഷം കല്യാണം കഴിക്കുന്നവർ ജീവിത പങ്കാളി ജോലി ചെയ്യുന്ന സംസ്ഥാനത്തേക്ക് മാറ്റം വാങ്ങി പോകുന്ന പ്രവണതയും കൂടുതലുണ്ട്. ഏതായാലും എല്ലാം ശരിയായി എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണം വെച്ച് ടാഞ്ചിബിൾ പാരാമീറ്ററിലൂടെ ഓരോ നമ്പറും പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് മാതൃഭൂമി കൊടുത്തു. ഇനി ഈ നാട് ശരിയാവാൻ എന്താ വേണ്ടത്? രാവിലെ തൊട്ട് രാത്രി വരെ RSSനെയും BJPയെയും മോഡിയെയും യോഗി ആദിത്യനാഥിനെയും ചീത്തയും തെറിയും പറഞ്ഞ് നടക്കുന്നവർക്ക് ഇനി ആരെയാ പറയാൻ സാധിക്കുക? ഏതായാലും ഇതൊരു വസ്തുതയാണെന്നുള്ളത് കൂടി മറക്കാതിരിക്കട്ടെ. ചിലരൊക്കെ ചില കസേരയിൽ ഇരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുവരെ ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. പ്രണാമം. നമസ്കാരം.